എനിക്ക് പലപ്പോഴും ലൈഫിന്റെ കുറെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു തോന്നലുണ്ട്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ലൈഫിന്റെ ഒരു 10x ബെറ്റർ ആണ് ഞാനിപ്പോ ജീവിക്കേണ്ട ശരിക്കുള്ള ലൈഫ് ഞാൻ എഫോർട്ട് ഇട്ടായിരുന്നെങ്കിൽ. പക്ഷെ പാസ്റ്റ് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ദേഷ്യം വരുന്നതെന്നു പറയും, ഇതെനിക്കിപ്പോൾ അറിയാം, എന്നിട്ട് ഞാൻ ആ റിയാലിറ്റി മാറ്റാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധം വരുമ്പം ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം ആണ് എന്നൊരു തോന്നലുണ്ട്. പിന്നെ എനിക്കിങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ച് മേടിച്ച IT ജോലി തന്നെ ആയിരിക്കും. കാരണം 8 മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കുന്ന ഞാൻ വേറെ ആരുടെയും അടിമ പോലെ തോന്നും. ആഴ്ചയിൽ 5 ദിവസം, എന്നിട്ട് ബാക്കിയുള്ള 2 ദിവസം ഗ്രോസറി മേടിക്കാനും ബില്ലടയ്ക്കാനും. ലൈഫിൽ സൈഡ് ക്വസ്റ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന് ഓർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബും ബാക്കി അല്ല, അതുകൊണ്ടൊന്നുമല്ല. ലൈഫിൽ വേറെ എവിടെയൊക്കെയോ എത്തണം, എവിടെയൊക്കെയോ അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എന്താ വേണ്ടത്. പക്ഷെ അതിനുവേണ്ടി എഫോർട്ട് ഇടാതിരിക്കുമ്പം എനിക്ക് എന്നോട് വരുന്ന ആ ഒരു പുച്ഛമുണ്ട്. ഇപ്പൊ 26 വയസ്സായില്ലേ, കുറെ ബാധ്യതകളല്ലാണ്ട് I know I should be thankful for all the great stuff that I have. പക്ഷേ ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, ഇവിടെയൊന്നും എത്തിയാൽ പോരാ, ഇത്ര ഒന്നും ചെയ്താൽ പോരാ, എന്തോരം സമയം ചുമ്മാ കളയും. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഒരുപക്ഷെ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഞാൻ അലമ്പാണ്. ആകെ ഇച്ചിരിയെങ്കിലും ചെയ്ത് കുറച്ച് ദിവസം ജിമ്മിൽ പോയി എന്നുള്ള. പക്ഷെ ഡയറ്റും ഡിസിപ്ലിനും രാവിലെ ഒരു അലാറം വെച്ച് അയക്കാൻ പോലും മടിയാണ്. അപ്പോൾ പറയും സ്വല്പം കൂടി ഉറങ്ങാം, അല്പം കൂടെ കൈയും കെട്ടിയിരുന്ന് വിശ്രമിക്കാം, ബലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെ, ദുർഭിക്ഷ്യം വേറെ ആരോ പോലെയും വരുന്നൊക്കെ എക്സ്ക്യൂസസ് എല്ലാത്തിനും. എനിക്കറിയാം അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ മടിയാണ്, എഫോർട്ട് ഇട്ടാൻ മടിയാണ്. ട്രേഡ് ചെയ്യുമ്പം എൻ്റെ അത്രയും നല്ല അനാലിസിസും അത്രയും റിസ്ക് റിവാർഡും അത്ര ഇതും ചെയ്യുന്ന ഞാൻ അത്രയും അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു SL അടിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ ചെയ്യത്തില്ല. ഷുഗർ കട്ട് ചെയ്യണം, നന്നായിട്ട് ഡയറ്റ് നോക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ ഷുഗർ കാണുമ്പോൾ ഞാൻ അങ്ങ് എടുത്ത് കഴിക്കും. ഇതുപോലെ ജീവിച്ച എനിക്ക് ഭയങ്കരമാണ്. എനിക്ക് ഫിയർ ഓഫ് ബീങ് ആവറേജ് ഭയങ്കര. എന്നിട്ടിപ്പോൾ ജീവിക്കുന്നത് ആവറേജിലും താഴെ. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണമെങ്കിൽ രാവിലെ ഒന്ന് ജിമ്മിൽ പോകണം. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ ജിമ്മിൽ പോകണം. അപ്പം നമ്മൾ ഓർക്കും ലോകത്ത് ഇത്രയും നേരത്തെ ഈ സമയത്ത് ജിമ്മിൽ പോയി ഇത്ര എഫോർട്ട് ഇടുന്ന ചുരുക്കം പേരെ കാണും. ജിമ്മ് ഫുള്ളാണ്. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ കിടന്ന് ഉറങ്ങുമ്പോഴും ഇഷ്ടമുള്ളതുപോലെ ഒരു ഗോളും ഇല്ല, മരിക്കാത്തത് കൊണ്ട് ജീവിക്കുമ്പോഴൊക്കെ വരുന്നൊരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒരു വൃത്തികെട്ട ഫീലിംഗാണ്. ഭയങ്കരമായിട്ട് മൈൻഡ് സെറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇതിനെ ഓവർകം ചെയ്യാന്നുള്ള ആകെയുള്ള വഴി നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക, അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം ചെയ്യുക എന്നുള്ള അറിയാം. എനിക്ക് തന്നെ ഉള്ളിലറിയാം. ഞാൻ ഈസി സ്റ്റെപ്സ് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി ഞാൻ ഇച്ചിരി ഡൗൺ ആയി പോകാറുണ്ട്. ഈസിയാണ് ഷുഗർ കഴിക്കാൻ, ഈസിയാണ് കിടന്നുറങ്ങാൻ, ഈസി കാര്യങ്ങൾ ചെയ്യുന്നതോറും ഐ ബിക്കം കൂടുതൽ ലേസിയോ, മൈൻഡ് കൂടുതൽ ഡൗണോ. അതേസമയം ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
മേ ബി ഞാൻ അങ്ങനെ വയേർഡായിരിക്കും, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ജോലി ചിലപ്പോൾ ഭയങ്കര, കുറെ പേർക്ക് സ്വപ്നമായിരിക്കും, കുറെ പേര് അതിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ എനിക്ക് അതൊരു ചങ്ങല പോലെയാണ്. പക്ഷെ ഈ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. ഇതൊക്കെ ബ്രേക്ക് ചെയ്യണം. 2027 മാർച്ച് 1 ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ആയിരിക്കത്തില്ല. അത് ഇത്രയും പൈസ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിലൊരു 10%, ശരിക്കും 50% എക്സിസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ടാക്സ് ആയിട്ടും റെന്റ് ആയിട്ടും ഗ്രോസറി ആയിട്ടും. മിച്ചമുള്ളത് ബാങ്കിൽ ലോണും കാര്യങ്ങളുമായിട്ട്. സ്വന്തം സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വളരെ തുച്ഛമായൊരു എമൗണ്ടാണ് മാറ്റി വെക്കുന്നത്. അങ്ങനെയല്ലല്ലോ ജീവിക്കേണ്ടത്. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ക്രിയേറ്റിംഗ് സ്റ്റഫ്. 2-3 വർഷമായിട്ട് ഇപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കറിയാം അടിപൊളിയായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എനിക്ക് എന്നെ ബിൽഡ് ചെയ്യാം, നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ മടി പിടിച്ചു കഴിയുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ, ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ വാക്ക് എത്ര തവണ ഇന്ന് എനിക്ക് ജോലി സ്ഥലത്തൊക്കെ വന്നിട്ട് വന്നാ ഫോണെ പണിയാതിരിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഒരു ദിവസം ഫുള്ള് ഫോൺ മാറ്റി. ബട്ട് എവറി ടൈം ഐ ഗെറ്റ് ബോർഡ്, ഐ ജസ്റ്റ് മേ ബി ഇതൊരു വേക്കപ്പ് കോൾ ആയിരിക്കും. മേ ബി ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട്, കാരണം ഞാൻ ജിമ്മിൽ പോകാൻ അത്ര കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. പക്ഷേ ജിമ്മിൽ പോകുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കൺസിസ്റ്റന്റ് ആയി. കഴിഞ്ഞ 3 ദിവസമായിട്ടല്ല, അത് പനിക്കോള് വരും, പനിക്കോള് മാറും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് തെറി പറയാനൊക്കെ തോന്നുന്നു. ഇതൊന്നും റെക്കോർഡിംഗ് ആണോ അല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. ബ്ലെസ്ഡ് ആണ്. രസം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം, എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാം വന്നേയിരുന്നു. എന്നിട്ട് അത് ആഗ്രഹിക്കാനുള്ള ഒരു എന്തോരം ആഗ്രഹങ്ങളാണ് പറയും. കാലിസ്തനിക്സ് ഓടിക്കണം, സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണം, ബൈക്ക് മേടിക്കണം, നല്ല ബോഡി ബിൽഡ് ചെയ്യണം, ഫാമിലിനെ ഭയങ്കര ഹാപ്പി ആക്കണം. ചെറിയ ആഗ്രഹങ്ങളാ. മിന്നുവിന് നല്ല ഹെൽത്തി ആക്കണം, കുറേ കൂടെ നല്ല ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് മിന്നുവിനെ ഡെവലപ്പ് ആക്കണം. ബട്ട് ആ മടിക്കിടയിൽ ഇതെല്ലാം പോവാണ്. ആ ഒരു തീ നഷ്ടപ്പെടുന്നല്ല, ഈ തീക്കായിരിക്കും ചിലപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷൻ തീർന്നു കഴിയുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു ത്വര വേണം. മേ ബി ദിസ് ഇസ് മൈ വേക്കപ്പ് കോൾ. ഇച്ചിരി കൂടി പ്രൊഡക്റ്റീവ് ആവാനും, ഇച്ചിരി കൂടെ നന്നാവാനും, മേ ബി 1% ഡിഫറൻസ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ട റീല, 1:365 1 itself, ഒന്ന് തന്നെ. ബട്ട് 1.5:365 എന്ത് 37 47 കണ്ടാവും. വാട്ട് ഇറ്റ് ബേസിക്കലി സൈസ് ഇസ്, ഒരു ദിവസം 0.5% നന്നായാൽ പോലും 365 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെക്കാലം 35 ഇരട്ടി അടിപൊളി അവസ്ഥയിലോട്ട് എത്തും. എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കഴിവ് സംസാരിക്കാനാണ്. എന്നാൽ അത് വെച്ച് നന്നായിട്ട് സംസാരിക്കാൻ, ആൾക്കാരെ മീറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആ ഒരു മടിയുടെ ബാരിയറും കൂടെ ഓവർകം ചെയ്തതുണ്ടല്ലോ, ഐ നോ ഐ വിൽ ബി അൺസ്റ്റോപ്പബിൾ. ഓൾറെഡി അൺസ്റ്റോപ്പബിൾ ആണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓൾറെഡി ഇപ്പം എനിക്കുള്ളിൽ തീ വന്നു തുടങ്ങി. വീണ്ടും ചെയ്യണം, വീണ്ടും ഒന്നേം തുടങ്ങണം. ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം വീണ്ടും സീറോയിലോട്ട് എത്തി. Start over again, brick by brick, step by step, one step at a time. വീണ്ടും തുടങ്ങണം. മാസങ്ങൾ കൂടി ഞാൻ ഒരു 10 മിനിറ്റ് എന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കും.
എന്നെ നോക്കി വെച്ചോ, മാറാൻ പോവാ. മാറിയേ എനിക്ക് കൊള്ളാം. അല്ലടാ, ഇത് ഫ്യൂച്ചറിലെ എനിക്ക് വേണ്ടിയുള്ള വീഡിയോ. 5 വർഷം 5 വർഷം കഴിയുമ്പോൾ നീ ഈ ഒരു ലെവല് തന്നെയായിരിക്കും. സ്വന്തമായി നീ വേറെ ലീഗ് എത്തിയിട്ടു. ബി വെരി ഹാപ്പി. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നീ വളർന്നിട്ടുണ്ട്. നീ എഫോർട്ട് ഇട്ടോളൂ, ഡോണ്ട് വറിടാ. ഞാൻ എന്നിൽ വിശ്വസിച്ചില്ല, പിന്നെ ആരെങ്കിലും വിശ്വസിക്കാനാ? Let's start from scratch.